നമസ്കാരം. ശബരിമല വിശ്വാസത്തിന്റെ പേരിൽ കേരളം മുഴുവൻ ഒരിക്കൽ കത്തിയ വിഷയമെന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തിയില്ല. പക്ഷെ ഇന്ന് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. അന്ന് വിശ്വാസത്തെ വെല്ലുവിളിച്ച അതേ സർക്കാർ ഇന്ന് എന്തുകൊണ്ട് അതേ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നു? ഇത് നിലപാടിന്റെ മാറ്റമാണോ അതോ രാഷ്ട്രീയ കണക്കുകൂട്ടലോ തന്ത്രമോ? 2018 സുപ്രീം കോടതി എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ച വിധി വന്നപ്പോൾ പിണറായി വിജയൻ സർക്കാർ അതിനെ ശക്തമായി പിന്തുണച്ചിരുന്നു. ശബരിമല ക്ഷേത്രം സംബന്ധിച്ച ആ വിധി നടപ്പാക്കാൻ സർക്കാർ മുഴുവൻ സംവിധാനങ്ങളും വിനിയോഗിച്ചു. പോലീസ് സംരക്ഷണത്തോടെ യുവതികളെ കയറ്റാനുള്ള ശ്രമങ്ങൾ, പ്രതിഷേധക്കാരെ ശക്തമായി നേരിടൽ, സംസ്ഥാനത്ത് വ്യാപകമായ സംഘർഷങ്ങൾ, ഇതെല്ലാം കേരളം മറന്നിട്ടില്ല. അന്ന് കോടിക്കണക്കിന് വിശ്വാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു, വാഹനങ്ങൾ തകർത്തു, ഹർത്താലുകൾ നടന്നു, സമൂഹം രണ്ടായി പിളർന്ന അവസ്ഥയിലേക്ക് എത്തി. അന്ന് സർക്കാർ പറഞ്ഞത് എന്തായിരുന്നു? സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് ഭരണഘടനാപരമായ കടമയാണ്. എന്നാൽ ഇന്ന് അതേ സർക്കാർ അതേ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റി. പരമ്പരാഗത രീതികൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ തന്നെയാണ് വലിയ വൈരുദ്ധ്യം. ഒരിക്കൽ വിശ്വാസത്തെ വെല്ലുവിളിച്ച സർക്കാർ ഇന്ന് വിശ്വാസത്തിന്റെ പേരിൽ തന്നെ നിലപാട് മാറ്റുന്നു. എന്തുകൊണ്ട്? ഉത്തരം വ്യക്തമാണ്: രാഷ്ട്രീയം. എന്നാൽ ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നീക്കത്തിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സാധ്യത മങ്ങി. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം ഇന്ന് പൂർത്തിയാക്കണമെന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കർശന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടിയായി മാറിയത്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദമുന്നയിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേരാജൻ ഷൊങ്കർ നോഡൽ കൗൺസിലിന് കത്ത് നൽകിയിരുന്നു. വാദമുന്നയിക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ചീഫ് ജസ്റ്റിസ് കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു സീനിയർ അഭിഭാഷകരുടെ വാദം നീണ്ടുപോയതിനാൽ ജയ്ദീപ് ഗുപ്തയ്ക്ക് വാദം ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം ഏറെക്കുറെ മറ്റു സീനിയർ അഭിഭാഷകർ വാദിച്ചതിനാലാണ് ഇനിയുള്ള അഭിഭാഷകരോട് വാദം വെട്ടിച്ചുരുക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഇനി യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം വാദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോടതി ഇടപെടുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതതല വൃത്തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മതപണ്ഡിതരടങ്ങുന്ന സമിതിയാണ്. അക്കാര്യം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം വാദിച്ചാലും കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം ക്ഷേത്രത്തിൽ ആരൊക്കെ പ്രവേശിക്കാമെന്ന NSS ഉൾപ്പെടെയുള്ള ചില കക്ഷികളുടെ വാദത്തോട് സർക്കാർ വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ജയ്ദീപ് ഗുപ്ത കോടതിയിൽ പറയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ജയ്ദീപ് ഗുപ്തയുടെ ഭാഗത്ത് നിന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പരാമർശം നടത്തിയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന വാദവും ചില സർക്കാർ വൃത്തങ്ങൾക്കുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ പോലും അത് ദീർഘകാലം തങ്ങളെ വേട്ടയാടുമെന്ന ആശങ്കയിലാണ് സർക്കാർ വൃത്തങ്ങൾ. മുൻപ് യുവതികളുടെ പ്രവേശനത്തെ പിന്തുണച്ച സർക്കാർ ഇപ്പോൾ അതിനെ എതിർക്കുന്നവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നത് വെറും ഒരു ടേൺ മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ വികാരങ്ങളെ അനുസരിച്ച് നിലപാട് മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രമാണ്. എന്നാൽ ഈ മാറ്റം കൊണ്ട് പഴയതൊക്കെ എളുപ്പത്തിൽ മറക്കാൻ സാധിക്കും. അന്ന് യുവതികളെ കയറ്റാൻ സർക്കാർ എടുത്ത കടുത്ത നടപടികളും അതിനെതിരെ ഉയർന്ന ജനരോക്ഷവും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അന്ന് ആധുനികതയുടെ പേരിൽ എടുത്ത തീരുമാനങ്ങൾ ഇന്ന് പരമ്പരാഗതത്വം എന്ന പേരിൽ മാറ്റുന്നത് വിശ്വാസത്തോടുള്ള ബഹുമാനമല്ല, മറിച്ച് രാഷ്ട്രീയ തന്ത്രമാണെന്ന വിമർശനം ശക്തമാവുകയാണ്. ഇതിനിടയിൽ സുപ്രീം കോടതി നടക്കുന്ന പുതിയ നടപടികളും സർക്കാരിന് തിരിച്ചടിയായി മാറുകയാണ്. 9 അംഗ ഭരണഘടനാ ബെഞ്ച് വീണ്ടും വിഷയത്തിൽ വിശദമായ വാദം കേൾക്കുമ്പോൾ വിഷയത്തിന്റെ അന്തിമ വിധി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ എടുത്ത പുതിയ നിലപാട് പോലും ഉറച്ചതല്ല, മറിച്ചൊരു ഇടക്കാല രാഷ്ട്രീയ നീക്കമായി മാത്രം വേണം കാണാൻ. ഇവിടെ ഒരു അടിസ്ഥാന ചോദ്യമുണ്ട്: ഒരു സർക്കാരിന് തന്റെ നിലപാട് എത്ര എളുപ്പത്തിൽ മാറ്റാം? വിശ്വാസവും ആചാരങ്ങളും പോലുള്ള വിഷയങ്ങളിൽ ഒരിക്കൽ കടുത്ത നിലപാട് എടുത്ത ശേഷം പിന്നീട് അതിനെ പൂർണ്ണമായി മാറ്റുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? അവസാനം ജനങ്ങൾ ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്: അന്ന് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ ഇന്ന് പറയുന്നതാണോ ശരി? ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാരിന്റെ വിശ്വാസ്യത.